നല്ല വിശപ്പ്. സമയം രാത്രി 10 കഴിഞ്ഞു. കൂടെ നല്ല മഴയും. അപ്പം എന്താ തുടങ്ങല്ലേ? സ്ഥിരം പരിപാടി. അമ്മ കറി വയ്ക്കാൻ വെക്കുന്നു, ഞാൻ അടിച്ചു മാറ്റുന്നു. അങ്ങനെ കൊഞ്ചടിച്ചു മാറ്റി മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. 15 മിനിറ്റ് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. സ്പൂൺ വെച്ച് ആദ്യം ഇളക്കാൻ നിന്നു. അപ്പോൾ പാത്രം അങ്ങോട്ട് പോകുന്നു, സ്പൂൺ എങ്ങോട്ടേക്കോ പോകുന്നു. അവസാനം വല്ലവനും പുല്ലുമണലോ ആയുധം. അങ്ങനെ കൈ വെച്ചൊന്ന് ഇളക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ചീനച്ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക, ഈ കൊഞ്ചൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി മാത്രം എടുക്കുക. പിന്നെ എനിക്ക് ഈ കൊഞ്ചിനെ വെച്ച് പല ഐഡിയാസ് ഉണ്ടായിരുന്നു. നിർത്തിപ്പൊരിക്കണം, നടത്തിപ്പൊരിക്കണം, ഈർക്കിലി കുത്തി വെളിയിൽ കളയണം, അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ കൊഞ്ചെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അത് മാറ്റിയ ശേഷം അതേ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചു, പെരിഞ്ചീരകം, പിന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ദെൻ കുറച്ച് ഉപ്പ്, ജസ്റ്റ് കടുവറ. ഉള്ളി ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പം ഇനി ഇതിലേക്ക് നമുക്ക് പൊടി കളറിനും ചെറിയൊരു എരിവിനും കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോരും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കൊഞ്ചും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇളക്കലാണ് സാറ് ഇതിന്റെ മെയിൻ. ഇനി ഇതിലേക്ക് പണ്ട് ഇഷ്ടമല്ലാത്തതും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് ഈ പരുവത്തം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല ടേസ്റ്റ് ആണ്. സത്യമായിട്ടും ഇത്തവണയും മറന്നു പോകാതെ എന്റെ തട്ടിക്കൂട്ട് പാചകത്തിനെ അമ്മു വിജയകരമായി പുച്ഛിച്ചു തള്ളിക്കഴിഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.